ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത് കാജു ബർഫിയാണ്. നോർത്ത് ഇന്ത്യയിലൊക്കെ വളരെ ഫേമസ് ആയിട്ടുള്ളൊരു മിഠായിയാണ് കാജു ബർഫി. നട്ട്സ് കൊണ്ടാണ് ഇത് തയ്യാറാക്കുന്നത്. ദീപാവലിക്കൊക്കെയാണ് കൂടുതൽ ആൾക്കാരും ഇതിങ്ങനെ ബോക്സുകളിലൊക്കെ വാങ്ങിയിട്ട് പരസ്പരം ഗിഫ്റ്റൊക്കെ കൊടുക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് കാജു ബർഫി എങ്ങനെയാണ് വീട്ടിൽ തയ്യാറാക്കുന്നത് നോക്കാം. നമ്മളിവിടെ ഒരു 150 ഗ്രാം കാഷ്നട്ട് എടുത്തിട്ടുണ്ട്. നമുക്കിനി അതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കണം. മിക്സിയുടെ ജാറ് നന്നായി തുടച്ച് നല്ല ഡ്രൈ ആയിട്ടുള്ള ജാറിലിട്ടിട്ട് വേണം പൊടിക്കാനായിട്ട്. വെള്ളം ഒട്ടും പാടില്ല. അതുപോലെ റിവേഴ്സിൽ ബീറ്റ് ചെയ്തിട്ട് വേണ്ടിട്ട് എടുക്കാനായിട്ട്. നമ്മൾ ഒന്നിച്ച് ഒറ്റയടിക്ക് പൊടിക്കരുത്. പൾസ് പോലെ വിട്ട് അടിച്ചിട്ട് വേണം ഇത് പൊടി തയ്യാറാക്കി എടുക്കാനായിട്ട്. അല്ലെങ്കിൽ നട്ട്സ് നന്നായി ഒറ്റയടിക്ക് നമ്മൾ പൊടിച്ചെടുത്ത് കഴിയുമ്പോൾ നല്ല ഉണ്ട പോലെ കിട്ടും. ഇതിൽ കുറച്ച് ഓയിലൊക്കെ വരും നട്ട്സിൽ നിന്ന്, അതുകൊണ്ട് ആകെ ഒരു ഉണ്ട പിടിച്ച പോലെ ആയിരിക്കും. അപ്പോൾ നമുക്കിതുപോലെ തരിയായിട്ട് കിട്ടാനായിട്ടാണ് നമ്മൾ വിട്ട് അടിക്കണം. ഇനി നമുക്കൊരു പാനിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1/4 കപ്പ് വെള്ളം ചേർക്കാം. ഇനി നമുക്കിതൊരു മീഡിയം ഫ്ലെയിമിൽ ഇളക്കിയിട്ട് ഇതൊന്ന് പഞ്ചസാര നന്നായി അലിയുന്നത് പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ വെള്ളം ഒന്ന് തിളച്ചാൽ മതി കേട്ടോ. നമുക്കിത് നൂല് പെരുവൊന്നും ആവേണ്ട ആവശ്യമില്ല. ഈ വെള്ളം നന്നായി ഒന്ന് തിളയ്ക്കുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ വെള്ളം നന്നായി തിളച്ച് കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് നട്ട്സിൻ്റെ പൗഡർ ചേർത്ത് കൊടുക്കാം. ഇതിൽ പൊടിയാതെ വല്ല നട്ട്സിൻ്റെ പീസ് ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി വെക്കണം കേട്ടോ. നല്ല നൈസ് പൊടിയാണ് നമ്മളിപ്പോൾ ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായി ഇളക്കി നമ്മുടെ ഷുഗർ സിറപ്പ് ഈ നട്ട്സിൻ്റെ പൗഡറിൽ എല്ലായിടത്തും പിടിക്കുന്ന പോലെ നന്നായി ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ല തിക്ക് പേസ്റ്റ് ആവുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിങ്ങനെ ഇളക്കി മിക്സ് ചെയ്തെടുക്കാനായിട്ട്. ഒരു 5 മിനിറ്റോളം ഇളക്കി കൊടുത്താൽ മതിയാവും കേട്ടോ. അപ്പോൾ നമ്മളിത് കൈവിടാതെ ഇളക്കി കൊടുക്കണം. ഇല്ലെങ്കിൽ ഇത് അവിടെ ഇവിടെയൊക്കെ അടുക്കി പിടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ സ്മെല്ല് തന്നെ മാറിപ്പോകും. നല്ലൊരു തിക്ക് പേസ്റ്റ് ആവുന്നതാണ് നമ്മുടെ കൺസിസ്റ്റൻസി. അധികം കട്ടിയാവണമെന്നില്ല കേട്ടോ. നമ്മളിതിങ്ങനെ കോരി ഒഴിച്ച് നോക്കുമ്പോൾ പൊട്ടി വീഴുന്ന പോലെ തോന്നണം നമുക്ക്. ഇപ്പം ഏകദേശം തയ്യാറായിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം ഓഫ് ആക്കാം. ഒരു ബട്ടർ പേപ്പറിൽ കുറച്ച് നെയ്യ് പുരട്ടിയതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഇത് തണുക്കും തോറും നല്ല കട്ടിയായിട്ട് വരും കേട്ടോ. അപ്പം ചൂടുള്ളപ്പോഴാണ് കുറച്ച് ലൂസ് പോലെ നമുക്ക് തോന്നുന്നത്. ഇപ്പം തന്നെ ഇത് കുറച്ച് കട്ടിയായി തുടങ്ങിയിട്ടുണ്ട്. ഈ പാത്രത്തിൻ്റെ സൈഡിലൊക്കെ ഇരിക്കുന്നത് നല്ല കട്ടിയായി വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ സ്റ്റൗമ്മ വെച്ച് തന്നെ നല്ല കട്ടിയാവാൻ നോക്കാതെ കുറച്ച് ലൂസായിരിക്കുന്ന സമയത്ത് സ്റ്റൗ ഓഫാക്കി ഇറക്കണം. അപ്പം ഇത് പെർഫെക്റ്റ് കൺസിസ്റ്റൻസിയാണ്. ഇതുപോലെ വേണം ഇറക്കാനായിട്ട്. ഇനി നമുക്കൊരു 2-3 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇത് ചൂടാറിയതിന് ശേഷമാണ് നമുക്ക് കുഴയ്ക്കാനും പരത്താനൊക്കെ പറ്റുള്ളൂ. ഇത് കുറച്ച് ചൂടാറിയിട്ടുണ്ട്. നമുക്കിനി ഇത് സൈഡിൽ നിന്നൊക്കെ ഒരു സ്പൂൺ വെച്ചിട്ട് ഇളക്കിയെടുക്കാം. അപ്പോൾ കുറച്ചൊക്കെ കട്ടിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി ചൂടാറും തോറും ഇത് കുറച്ചും കൂടെ നല്ലപോലെ കട്ടിയാവും. നമുക്കിന്ന് കൈ വെച്ചിട്ട് കയ്യിൽ കുറച്ച് നെയ്യ് തൊട്ടതിന് ശേഷം കയ്യിൽ ഇത് പിടിച്ചിട്ട് നന്നായി ഒന്ന് കുഴച്ചെടുക്കാം. അത്ര ബലം പിടിച്ച് കുഴയ്ക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. നമ്മൾ ജസ്റ്റ് നന്നായി ഒന്ന് ഉരുട്ടിയെടുത്താൽ മതി. നമുക്കിത് പരത്താനായിട്ട് എളുപ്പത്തിനാണ് നമ്മളിത് നന്നായി ഉരുട്ടി മിക്സ് ചെയ്ത് എടുക്കുന്നത്. ഇപ്പം നല്ല സോഫ്റ്റ് ഡൗ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഇതൊരു ക്ലീൻ ആയിട്ടുള്ള വേറൊരു ബട്ടർ പേപ്പറിൽ വെച്ച് കൊടുക്കാം.
പേപ്പറിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ട് കുറച്ച് നെയ്യ് തേച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഡൗ വെച്ചിട്ട് നന്നായി ഒന്ന് പരത്തി കൊടുക്കാം. ഇതിന് മുകളിൽ വേറൊരു ബട്ടർ പേപ്പർ വെച്ചിട്ട് കവർ ചെയ്തിട്ട് നമുക്ക് റോളർ വെച്ചിട്ട് നന്നായി പരത്തി കൊടുക്കാം. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള തിക്ക് എത്തുന്നത് വരെ നമുക്ക് പരത്തി കൊടുക്കാം കേട്ടോ. നല്ല സോഫ്റ്റായിട്ട് വേണം പരത്താനായിട്ട്. ഇപ്പം നമ്മൾ നന്നായി പരത്തി എടുത്തിട്ടുണ്ട്. ഇത് അധികം നൈസായിട്ട് പോകരുത് കേട്ടോ, അധികം തിന്നാവരുത്. ഒരു ചെറിയ കനത്തിൽ വേണം നമ്മളിത് പരത്തിയെടുക്കാനായിട്ട്. ഇനി നമ്മൾ ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ ഇതിൻ്റെ മുകളിൽ ഒരു സിൽവർ കളർ കിട്ടാറുണ്ട്. അതിന് വേണമെങ്കിൽ നമുക്ക് അതുപോലത്തെ സിൽവർ കളർ കിട്ടുന്ന പേപ്പർ വാങ്ങിക്കാൻ കിട്ടും. അത് വാങ്ങിയിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഇപ്പം ഞാനത് ഇവിടെ ഉപയോഗിക്കുന്നില്ല. അത് ഒരു ഷോയ്ക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ അവർ ചെയ്യുന്നത്. അതില്ലെങ്കിലും ടേസ്റ്റിന് വ്യത്യാസമൊന്നും വരില്ല. ഇനി നമുക്കിത് ഡയമണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള വലുപ്പത്തിനനുസരിച്ച് ആ വലുപ്പത്തിൽ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ കാജു ബർഫി ഇവിടെ തയ്യാറായി കഴിഞ്ഞു. അപ്പോൾ ഉണ്ടാക്കാനായിട്ട് വളരെ ഈസിയാണ്. അതുപോലെ അധികം ഇൻഗ്രീഡിയൻസിൻ്റെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മിഠായിയാണ് കേട്ടോ. ഇത് ഇഷ്ടമില്ലാത്ത ആൾക്കാരൊന്നും ഉണ്ടാവില്ല. അപ്പോൾ എല്ലാവർക്കും കഴിക്കാൻ പറ്റും. നല്ല ഹെൽത്തിയും നല്ല ടേസ്റ്റ് ആയിട്ടുള്ള മിഠായിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കണം. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ആർക്കെങ്കിലും ഗിഫ്റ്റ് കൊടുക്കണമെങ്കിൽ ഇതുപോലെ തയ്യാറാക്കിയിട്ട് ബോക്സിലാക്കിയിട്ട് നമ്മുടെ ഹോം മെയ്ഡ് ആയിട്ടുള്ള ബർഫി കൊടുക്കാൻ പറ്റും. ഇത് 1-2 ആഴ്ചയോളം കേടുകൂടാതെ നമുക്ക് ഫ്രിഡ്ജിന് പുറത്ത് തന്നെ സൂക്ഷിക്കാൻ പറ്റും കേട്ടോ. ഇതങ്ങനെ നാശമായി പോകുന്നില്ല. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.